നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീലിയൻ ദേശീയ ടീം കളിക്കുമ്പോൾ ഇവിടെ ലോകം നിലയ്ക്കും. യൂറോപ്പിലെ പോലെയല്ല ഇവിടെ കാര്യങ്ങൾ പറയുന്നത് കാർലോ ആഞ്ചലോട്ടിയാണ്. യെസ്, അതായത് ബ്രസീലുകാർക്ക് എല്ലാം അവരുടെ ദേശീയ ടീമാണ്. അവരുടെ ദേശീയ ടീം കളിക്കുമ്പോൾ അവിടെ ലോകം നിലക്കും എന്ന് പറഞ്ഞാൽ അവിടെ നിശ്ചലമായി പോകും. അവർ മറ്റൊരു പണിയിലും വ്യാപൃതരാവില്ല. ബ്രസീൽ ടീമിൻ്റെ കളിയും ശ്രദ്ധിച്ചിരിക്കും പറയുന്നത് ആഞ്ചലോട്ടി. യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ കിരീടങ്ങൾ ചൂടി റെക്കോർഡിട്ട UCLകൾ നേടിയിട്ടുള്ള അങ്ങനെ ലോകത്തെ ഏറ്റവും മികച്ച കോച്ചുമാരിൽ ഒരാളായ ആഞ്ചലോട്ടി ബ്രസീലിൽ ചെന്നിട്ട് പറയുകയാണ്, യൂറോപ്പിലെ പോലെയല്ല കേട്ടോ ഇവിടുത്തെ കാര്യങ്ങൾ. ബ്രസീലിയൻ ദേശീയ ടീം കളിക്കുമ്പോൾ ഇവിടെ ലോകം നിലയ്ക്കും. അതുകൊണ്ട് വേൾഡ് കപ്പ് നേടുക എന്നുള്ളത് വെറും ഒരു ഡിസയർ അല്ല, അതൊരു ലക്ഷ്യമാണ്. അതിവിടെ ഒരു മോട്ടിവേഷണൽ ഫാക്ടറാണ്. അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങൾ പരിശ്രമിക്കുക. സ്പാനിഷ് മാധ്യമമായിട്ടുള്ള മാർക്കൊക്കെ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ബ്രസീലിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലാണ് ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ ഈ ഒരു അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു, വിന്നിങ് ദി വേൾഡ് കപ്പ് വിത്ത് ബ്രസീൽ ഈസ് നോട്ട് ജസ്റ്റ് എ ഗോൾ, ഇറ്റ്സ് ഓൾസോ എ മോട്ടിവേഷൻ. ബ്രസീലിനോടൊപ്പം വേൾഡ് കപ്പ് നേടുക എന്നുള്ളത് വെറും ഒരു ലക്ഷ്യം മാത്രമല്ല, അതൊരു മോട്ടിവേഷനാണ്. കാരണം ഇവിടെ നിങ്ങൾക്കറിയുമോ, ദേശീയ ടീം കളിക്കുമ്പോൾ വെൻ ദി നാഷണൽ ടീം പ്ലേസ് ദി എൻറ്റയർ വേൾഡ് സ്റ്റോപ്സ്, ഇവിടെ ലോകം നിലക്കും. ബ്രസീലിയൻ ദേശീയ ടീം കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ലോകം നിലക്കും. ഇത് യൂറോപ്പിലെ സെയിം അറ്റ്മോസ്ഫിയർ അല്ല. ബ്രസീലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടീം ഏതാണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ദേശീയ ടീമാണ്. അത് തീർത്തും വ്യത്യസ്തമായൊരു അനുഭവമാണ് എന്ന് തന്നെ കാർലോ ആഞ്ചലോട്ടി പറയുന്നു. ബ്രസീലിയൻ ദേശീയ ടീമിനോടൊപ്പം ഇത്തവണ വേൾഡ് കപ്പ് നേടാൻ പറ്റുമെന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് ആഞ്ചലോട്ടി ഉള്ളത്. ഇത്രയധികം ടാലൻ്റ് ഉള്ള ബ്രസീലിന് സന്തോഷമായിട്ട് ഇരിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് കൃത്യമായിട്ട് ലൂയിസ് എൻട്രിക്ക്, ബ്രസീലിൻ്റെ താരം പറയുന്നത് നമ്മൾ കേട്ടില്ലേ കഴിഞ്ഞ ദിവസം. അതിൻ്റെ ഒരു തുടർച്ചയാണ് ആഞ്ചലോട്ടിയുടെ ഈ വാക്കുകൾ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അദ്ദേഹം വല്ലാതെ ആഗ്രഹിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ആഞ്ചലോട്ടി ഒരു ദേശീയ ടീമിനെ പരിശീലിപ്പിക്കുന്നത്. അത് ബ്രസീലിനെ കിരീടം കൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഏതായാലും ഇതാ മാർച്ച് മാസത്തിൽ 2 ടഫായിട്ടുള്ള കോമ്പറ്റീഷൻ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വരുന്നു. അത് ഫ്രാൻസും ക്രൊയേഷ്യയുമാണ്. അവർക്കെതിരെ കളിക്കാനുള്ള സ്ക്വാഡിനെ എന്ന് പ്രഖ്യാപിക്കും. കാത്തിരിക്കാം ആഞ്ചലോട്ടിയുടെ അനൗൺസ്മെൻറ്റിന് വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.